ഇസ്രായേലിന്റെ ഡിമോണ ആക്രമിക്കപ്പെട്ടപ്പോൾ ഇന്ത്യ നടുങ്ങിയതെന്തിന്? ഇന്ത്യക്ക് ഞെട്ടാൻ കാരണങ്ങൾ നിരവധി. ഡിമോണയിൽ ഇന്ത്യൻ വേരുകളുള്ള ജൂത സമൂഹമുണ്ട്. മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഇന്ത്യൻ വംശജരായ ജൂതരാണ് ഇവിടുത്തെ താമസക്കാരിൽ ഏറെയും. ഏകദേശം 7500 ജൂതർ ഇവിടെ താമസിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. ഹീബ്രു ഭാഷയ്ക്കൊപ്പം മറാഠിയും സ്വാഭാവികമായി സംസാരിക്കുന്ന ഡിമോണയിൽ സോൻപാപ്ഡി, ഗുലാബ് ജാമുൻ, ഭേൽപൂരി എന്നിവ വിൽക്കുന്ന ഒട്ടേറെ തെരുവ് കച്ചവടക്കാരുണ്ട്. ക്രിക്കറ്റിനും ഇന്ത്യൻ സിനിമയ്ക്കും സംഗീതത്തിനും ഇവിടെ ഒട്ടേറെ ആരാധകരുണ്ട്. ഇവിടെയാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഡിമോണ ലക്ഷ്യമാക്കി ഇറാൻ അയച്ച മിസൈൽ തടയാനാകാത്തത് ഇസ്രയേലിന്റെ സൈനിക സംവിധാനങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയാണ് സമ്മാനിച്ചത്. രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളിൽ ഒന്നാണ് ഡിമോണ എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇവിടെ റഡാർ സംവിധാനങ്ങൾ, ഇന്റർസെപ്റ്റർ തുടങ്ങി ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. അതിനെയൊക്കെ മറികടന്ന് ഇറാന്റെ മിസൈൽ ഡിമോണയിൽ പതിച്ചതാണ് സൈന്യത്തെയും ഭരണകൂടത്തെയും ഇപ്പോൾ അസ്വസ്ഥമാക്കുന്നത്. ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്നും എന്താണ് വീഴ്ച സംഭവിക്കാനുള്ള കാരണങ്ങളെന്ന് കണ്ടെത്തി പരിഹരിക്കുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ജനങ്ങളെ വലിയൊരു വിഭാഗം ബങ്കറുകളിൽ സുരക്ഷിതരായിരുന്നു. അതുകൊണ്ട് തന്നെ ആക്രമണത്തിൽ ഇതുവരെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് വിവരങ്ങൾ. ഷെൽട്ടറുകളിലേക്ക് മാറുന്നതിനിടെയാണ് പലർക്കും പരിക്കേറ്റത്. ഇസ്രായേലിന്റെ ആണവ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് ഡിമോണ. അതുകൊണ്ടാണ് ഇറാൻ ഈ നഗരത്തെ തന്നെ ലക്ഷ്യമിട്ടത്. ഡിമോണയിൽ നിന്നും 10 കിലോമീറ്റർ അകലെയാണ് ആണവ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ആണവ ഗവേഷണ കേന്ദ്രത്തിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചതായി അറിവില്ല എന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി വ്യക്തമാക്കി. ഇറാനിലെ യുറേനിയം സമ്പുഷ്ടീകരണശാല കഴിഞ്ഞ ദിവസം ആക്രമിച്ചിരുന്നു. അതിന് പകരമെന്നോണമാണ് ഡിമോണയെ ആക്രമിച്ചിരിക്കുന്നത്. ഇസ്രയേലിലെ തെക്കൻ നഗരമായ ആരദിൽ നടന്ന ആക്രമണത്തിൽ 60-ലേറെ പേർക്ക് പരിക്കേറ്റു. അതിൽ 3 പേരുടെ നില അതീവ ഗുരുതരമാണ്. ഇസ്രയേലിലെ പ്രധാന ആണവ ഗവേഷണ കേന്ദ്രത്തിന് സമീപമുള്ള 2 മേഖലകളിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. തെക്കൻ ഇസ്രയേലിലെ ഡിമോണ, ആരാദ് തുടങ്ങിയ നഗരങ്ങളിൽ മിസൈൽ ആക്രമണം നടത്താൻ ഇറാൻ ലക്ഷ്യം വെച്ചത് ഇസ്രയേലിന്റെ അതീവ സുരക്ഷയുള്ള ആണവ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഈ മേഖലയിലാണ് എന്നതുകൊണ്ടാണ്. ഇസ്രയേലിന്റെ ആയുധപുര എന്നാണ് ഇറാൻ ആക്രമിച്ച് വൻ നാശനഷ്ടം വരുത്തിയ ഡിമോണ ആണവ നിലയം അറിയപ്പെടുന്നത്. ടെക്സ്റ്റൈൽ ഫാക്ടറി എന്ന വ്യാജേന ഇസ്രയേൽ വളരെ രഹസ്യമായി നിർമ്മിച്ച ഈ ആണവ നിലയത്തിന്റെ പ്രത്യേകതകളിൽ ഏറ്റവും പ്രധാനം ഇസ്രയേലിലെ നെഗേവ് മരുഭൂമിയിൽ ഡിമോണ നഗരത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഷിമോൺ പെരസ് നെഗേവ് ന്യൂക്ലിയർ റിസർച്ച് സെന്റർ ഇസ്രയേലിന്റെ രഹസ്യ ആയുധപുരയായാണ് അറിയപ്പെടുന്നത്. 1958 ഇസ്രയേലിന്റെ ആദ്യ പ്രധാനമന്ത്രി ഡേവിഡ് ബെൻ ഗുരിയോണിന്റെ കാലത്താണ് ഇതിന്റെ നിർമ്മാണം തുടങ്ങുന്നത്. ഡിമോണയിൽ നിർമ്മിക്കുന്നത് ഒരു വലിയ ടെക്സ്റ്റൈൽ ഫാക്ടറിയാണ് എന്നാണ് അക്കാലത്ത് ഇസ്രയേൽ പുറം ലോകത്തെ വിശ്വസിപ്പിച്ചിരുന്നത്. ഡിമോണ ആണവ നിലയത്തിലെ മുൻ സാങ്കേതിക വിദഗ്ധനായ മൊർദെച്ചായ് വാനു ആണ് ഇസ്രയേലിന്റെ ആണവ രഹസ്യങ്ങൾ ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടിയത്. 1986 ഒരു മാധ്യമത്തിൽ പ്രസിദ്ധീകരിച്ച വാനു നൽകിയ ചിത്രങ്ങളും വിവരങ്ങളുമാണ് ഇസ്രയേൽ വലിയ ഒരു ആണവ ശക്തിയാണെന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തത്. ഡിമോണയിലെ പ്ലാന്റിൽ പ്രതിവർഷം 40 കിലോഗ്രാം പ്ലൂട്ടോണിയം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നും അത് ആയുധങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ടെന്നും വെളിപ്പെടുത്തി. നിലയത്തിന് താഴെ 6ഓളം നിലകളിലായി പടർന്നു കിടക്കുന്ന അതിരഹസ്യമായ ലാബുകളെക്കുറിച്ചുള്ള വിവരങ്ങളും അന്ന് പുറത്തുവിട്ടിരുന്നു. ലോകത്തെ വലിയ ആണവശക്തിയാണ് ഇസ്രയേൽ എന്ന് അങ്ങനെയാണ് ലോകം തിരിച്ചറിഞ്ഞത്. ഇന്നും ഇസ്രയേൽ ഇത് പരസ്യമായി സമ്മതിച്ചിട്ടില്ല. ഏകദേശം 80 മുതൽ 200 വരെ ആണവ പോർമുനകൾ ഇസ്രയേലിന്റെ പക്കലുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. ആണവായുധ നിർവ്യാപന കരാറിൽ ഒപ്പുവെക്കാത്ത അപൂർവം രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്നും ഇസ്രയേൽ. അപ്രകാരം അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിക്ക് അവിടെ പരിശോധന നടത്താൻ അനുവാദവുമില്ല. ഇന്ത്യൻ വംശജരായ ജൂത സമൂഹം ഡിമോണയുടെ ജനസംഖ്യയുടെ ഏകദേശം 30% വരും. ഡിമോണയുടെ ഇന്ത്യൻ വേരുകൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 1948 ഇസ്രയേൽ സ്ഥാപിതമായതിനു ശേഷം ആയിരക്കണക്കിന് ആളുകളാണ് അവിടേക്ക് കുടിയേറിയത്. ന്യൂസ് ഡെസ്ക്.